ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാനിറങ്ങിയ ദമ്പതികളടക്കം 4 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ചെറുതുരുത്തി സ്വദേശികളായ ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, മകൾ 10 വയസ്സുള്ള സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ 12 വയസ്സുള്ള ഫുവാദ് എന്നിവരാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ശ്മശാനം കടവിന് സമീപത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5ഓടെയായിരുന്നു അപകടം. ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാനിറങ്ങിയപ്പോൾ ദമ്പതികളും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഷാഹിനയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പ്രദേശത്ത് ആഴമുണ്ടായിരുന്നുവെന്നും 4 പേർക്കും നീന്തൽ അറിയില്ലായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ MS സുവി പറഞ്ഞു. ഈ ഭാഗം അധികം ഒഴുക്കായി കാണുന്നില്ല എങ്കിലും അത്യാവശ്യം കുറച്ച് ആഴമുണ്ട്. അടിഭാഗത്ത് നല്ല ചെയറും നെറ്റും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മളെ പ്രവർത്തനത്തിൽ റിസ്കി ആയിരുന്നു. ഈ ഇവിടെ ചുഴി പോലെ ഒരു പോർഷനാണ് ഇത്. പഴയ തടയണ എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. 2-2.5 ആൾക്കോളം ആഴം ഉണ്ടായിരുന്നു അല്ലേ? ഇവർക്കൊക്കെ നീന്തൽ അറിയില്ലാത്ത ആൾക്കാരാണ്. അതാണ് അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണം. MLA UR പ്രദീപിന്റെ നിർദ്ദേശാനുസരണം രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൈരളി ന്യൂസ്, തൃശൂർ.